സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സജീവമായ പ്രചാരണത്തിലാണ് മുന്നണികൾ. ഇത്തവണ ഇടതുപക്ഷം വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. വലിയ മാറ്റമുണ്ടാകുമെന്നാണ് മഞ്ചേശ്വരത്ത് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സജീവമായി പ്രചാരണ രംഗത്തുള്ള മഞ്ചേശ്വരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KR ജയാനന്ദ കൂടെ ചേരുന്നുണ്ട്. പ്രചാരണ രംഗത്ത് കുറച്ച് ദിവസങ്ങളായി വളരെ സജീവമാണ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? നല്ല പ്രതികരണമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത് BJP-നെയും മുസ്ലിം ലീഗിനെയും തോപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ. അത് ജാതി ഭേദമെന്ന് നമ്മൾ ഈ 4-5 ദിവസമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന പ്രതികരണം അതാണ്. ഇപ്പം ഞങ്ങൾ ഒരു BJP നേതാവിനെ കണ്ടിട്ടാണ് പറഞ്ഞത്. എല്ലാവരും മനസ്സിൽ ഈ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷം ജയിക്കുന്നതാണുള്ളത്. അതുകൊണ്ട് ഉറപ്പായി 2006 ആവർത്തിക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാന പ്രചാരണ വിഷയങ്ങൾ? ജനങ്ങളുമായി എങ്ങനെയാണ് സംവദിക്കുന്നത്? ഒന്ന് പ്രധാന പ്രചരണ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 10 കൊല്ലമായി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്. രണ്ടാമത്തത് മഞ്ചേശ്വരത്തെ MLA കഴിഞ്ഞ 5 കൊല്ലമായി ഇടയ്ക്ക് ഒരു പക്ഷിൻ്റെ പോലെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞാൽ ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 10 ദിവസം വിദേശ യാത്രയും 20 ദിവസം നാട്ടിലുള്ളതാണ്. അതാണ് മഞ്ചേശ്വരത്തെ MLA സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നീട് BJP സ്ഥാനാർത്ഥിച്ച് മത്സരിക്കുന്ന ആളുണ്ട്. അത് ദേശാടന പക്ഷിയാണ്. 5 കൊല്ലത്തിന് ഒരു പ്രാവശ്യമാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് പറഞ്ഞത്. വന്ന് ഇവിടെ മുട്ട വെച്ച് കുഞ്ഞിനോടത്തോട് പോകുന്നതാണ് ആ പരിപാടി. അതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി മഞ്ചേശ്വരത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ പാർട്ടിയുടെ വിവിധ പ്രവർത്തകന്മാരാണ് മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത് സാധാരണ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ വിജയത്തിൻ്റെ സാധ്യത. 2006 ചരിത്രം കുറിച്ചതാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇടതുപക്ഷം. ഇത്തവണ അത് ആവർത്തിക്കുമോ? ഒരു സംശയം വേണ്ട. 2006 CH കുഞ്ഞമ്മ ജയിക്കുന്ന സമയത്ത് ഞാനാണ് പാർട്ടി സെക്രട്ടറി. അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാഴ്ചപ്പാട് അന്ന് KP സതീശചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ മികച്ച പ്രവർത്തനം ആണ് അന്നത്തെ വിജയത്തിന് കാരണം. ഇന്ന് എന്ന സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് KP സതീശചന്ദ്രനാണ് ഇവിടുത്തെ സാരഥി. സജി മാത്യു ആണ് ഇവിടെ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട. അന്നത്തെ 2006 വീണ്ടും ആവർത്തിക്കുക എന്നതിൽ ഒരു സംശയം ആർക്കും വേണ്ട. ജനങ്ങളോട്, വോട്ടർമാരോട്, ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിലെ വോട്ടർമാരോട് എന്താണ് പറയേണ്ടത്? മഞ്ചേശ്വരം മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളത്, ഞാൻ ജയിച്ചാൽ കേരളത്തിൽ 3ാമത്തെ പ്രാവശ്യം പറഞ്ഞ ഇടതുപക്ഷത്തിന് ഒരു MLA നിലയ്ക്ക് മഞ്ചേശ്വരത്തിന് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് ഈടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. 3ാമത്തെ ഒരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരം പറഞ്ഞത് ഭാഷാ സംഗമഭൂമിയാണ്. രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യോ കയ്യേര കിഞ്ഞണറയ്യോ പിറന്നു വീണ മണ്ണാണ്. പാർത്തി സുബ്ബ എന്ന് പറഞ്ഞ യശഗാനത്തിന് പിതാമ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ മണ്ണാണ് ഈ മണ്ണ്. ഈ മണ്ണിൽ ഒരു പ്രശ്നമുള്ളത് ഇവിടുത്തെ കന്നഡ, തുളു, മറാഠി, കൊങ്കണി ഇങ്ങനെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ മണ്ഡലത്തിനകത്തുണ്ട്. പക്ഷേ ഒരു മൈനസ് അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ PSC ജയിക്കാൻ കഴിയുന്നില്ല. അവർക്ക് PSC ജയിക്കാൻ, ചെറുപ്പക്കാർക്ക് PSC ജയിക്കാനും വേണ്ടിയുള്ള ഒരു PSC കോച്ചിങ് സെൻറ്റർ നമ്മൾ ജയിച്ചാൽ 100% മഞ്ചേശ്വരം മണ്ഡലക്കാർക്ക് കൊടുക്കും. ഏതായാലും മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ ചരിത്രം മാറുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KR ജയാനന്ദ ജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.